അല്ല ശംഭു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നീ രാവിലെ തണുപ്പത്തെന്താ പരിപാടി? ഒന്നുമില്ലടാ, എനിക്ക് ആകെപ്പാടെ സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ടടാ. ഞാൻ അവളെ കണ്ടു, അമ്മൂനെ. അവൾ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. 5 പൈസ അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ലടാ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്. അവൾക്ക് എല്ലാവരും ഉണ്ട്, പൈസ ഉണ്ടെന്നൊക്കെ നമ്മൾ ധരിച്ചത്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടടാ. അങ്ങനെയാണോ? സാരമില്ലടാ, ഞാൻ നിന്നോട് വെച്ചതേ ഉള്ളൂ. നീ പേടിക്കണ്ട. നീ എൻ്റെ ഉറ്റ സുഹൃത്താ. നമുക്ക് ആദ്യം അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതേടാ, ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് അവളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ കൂട്ടത്തിൽ അവളെയും കൂട്ടണം. എനിക്കിപ്പം എന്തോ അവളെനിക്ക് പൈസ തരാത്തതിലല്ല, എനിക്ക് അവളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നറിഞ്ഞ് അവളെ കൂടുതൽ സ്നേഹിക്കാനാണ് തോന്നുന്നത്. എടാ, നമ്മളിപ്പോൾ പ്രശ്നം അറിയാൻ പോയാൽ വേറെ വല്ല പൊല്ലാപ്പം വരുമോ? കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മൾ ഓരോ ദിവസത്തെ അന്നത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവരെപ്പോലെ നമ്മളും പൈസക്കാരൊന്നും അല്ല. നമുക്ക് ആരുമില്ലാത്ത അനാഥരാണ് നമ്മൾ. എടാ, അമ്മൂനെ കണ്ടിട്ടും എനിക്ക് അമ്മൂൻ്റെ പ്രശ്നങ്ങളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോലെ തന്നെയാണോ അവളും അനാഥയാണോ? അവിടെ ആരെങ്കിലും ദത്തെടുത്തതാണോ? നമ്മളെ ആരും വേണ്ടാണ്ട് ഉപേക്ഷിച്ചതാണ്. പക്ഷേ അമ്മുവിനെ ആരെങ്കിലും ദത്തെടുത്തതാണോ? എനിക്ക് എന്തൊക്കെയോ ഒരു വശപ്പിശക്ക് തോന്നുന്നടാ. സാരമില്ല, നമുക്കെല്ലാം ഒന്ന് അന്വേഷിക്കണം.